ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ പറഞ്ഞു നിർത്തിയ കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ലിമിറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തു അല്ലേ, കണ്ടിന്യൂറ്റി എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ പലപ്പോഴും പ്രോബ്ലംസിൽ കാണാറുണ്ട് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി അല്ലെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്നെല്ലാം കാണാറുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം അല്ലേ. അതായത് ലിമിറ്റ്സ് അറ്റ് ഇൻഫിനിറ്റി ആൻഡ് ഇൻഡെഫിനിറ്റ് ലിമിറ്റ്സ് നോക്കുക എന്താണ് അതിൻ്റെ മീനിങ്. ഇപ്പോൾ ലിമിറ്റ്സ് അറ്റ് ഇൻഫിനിറ്റിനെ നമ്മൾ ഇങ്ങനെ സിംപ്ലൈസ് ആയിട്ട് എഴുതും. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ആൻഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എന്ന് തന്നെയാണ് എഴുതാറ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എന്നതിൻ്റെ മീനിങ് റെഫേഴ്സ് ടു ദി വാല്യൂ അപ്രോച്ച് ബൈ എഫ് ഓഫ് എക്സ് ആസ് എക്സ് ബിക്കംസ് ആർബിട്രറി ലാർജ്. അതായത് എക്സിൻ്റെ വാല്യൂ എക്സ്റ്റെൻസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ വളരെ വലുതാകുമ്പോൾ അല്ലേ, വളരെ വലുതാകുമ്പോൾ എക്സിൻ്റെ വാല്യൂ വളരെ വലുതാകുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നതാണ് അതിൻ്റെ മീനിങ്. അതുപോലെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ് സെൻസിൽ ഏറ്റവും വലുതാവുന്നത്. അതായത് റിയൽ ലൈനിൽ നിങ്ങൾക്ക് അറിയാം, സീറോൻ്റെ റൈറ്റ് സൈഡിൽ പോസിറ്റീവ് നമ്പേഴ്സും ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവ് നമ്പേഴ്സും. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് എക്സ് ഇൻഫിനിറ്റി വരെ പോകുമ്പോൾ, അതായത് എത്രയും വലിയ എമൗണ്ട് അല്ലെ -1,00,000 വരെ, അങ്ങനെ അത്രയും ലാർജായിട്ട് പോകുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എങ്ങോട്ട് പോകുന്നോ അതാണ് ഈ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി വേറൊരു കൈൻഡ് ഓഫ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്, വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ബിക്കംസ് ആർബിട്രറി ലാർജ് ആൻഡ് പോസിറ്റീവ് എസ് എക്സ് അപ്രോച്ചസ് എക്സ് നോട്ട് ഫ്രം എയ്തർ സൈഡ്. അതായത് ഇങ്ങനത്തെ ഒരു കേസ്, അതായത് ഇവിടെ നോക്കിയറിയാം, ലിമിറ്റ് എക്സ്റ്റെൻസ് എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഇങ്ങനെ കിട്ടാറുണ്ട് അല്ലേ, എങ്ങനെ ഇൻഫിനിറ്റി കാണാറുണ്ട്. ഇതേപോലെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റിയും എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റിയും കാണാറുണ്ട്. പിന്നെ എക്സ്റ്റെൻസ് ടു എക്സ് നോട്ടും പക്ഷേ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ കിട്ടണം അതിൽ ഇൻഫിനിറ്റി ആയിട്ട് കാണാറുണ്ട്. അതിന് മീനിങ് എന്താ, എക്സ് നോട്ടിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താ കിട്ടുന്നതെന്ന് അർത്ഥം, ഇൻഫിനിറ്റിയാണ് കിട്ടുന്നതെന്ന് അർത്ഥം. അതായത് എക്സ് നോട്ട് എന്നുള്ള പോയിൻറ്റിനോട് അടുത്തടുത്ത് പോകുമ്പോൾ എഫ് ഓഫ് എക്സ് എന്താണ്, വലിയ സംഖ്യയായിട്ട് ഇങ്ങനെ പോവുകയാണ്. എഫ് ഓഫ് എക്സ് ഒരു പർട്ടിക്കുലർ വാല്യൂനെ എടുത്ത് വരുന്നില്ല, എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഇങ്ങനെ കൂടി പോവുക അല്ലേ. അതിൻ്റെ മീനിങ് ആണ് എന്ത്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്നത്. അതിൻ്റെ അർത്ഥമാക്കുന്നത് ഇത്രയേ ഉള്ളൂ, ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ് ഈക്വൽ ടു ഇൻഫിനിറ്റി വാല്യൂ കിട്ടിയാലുള്ള മീനിങ് അല്ലേ. അതുപോലെ തന്നെ ഇപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി കിട്ടിയെന്ന് വിചാരിക്കുക. അതിൻ്റെ മീനിങ് എന്താണ്, ലിമിറ്റ് എക്സ്റ്റെൻസ് എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. അതിൻ്റെ പ്രോബ്ലംസിലേക്ക് കിടക്കാം. പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം നോക്കുക. ഫസ്റ്റ് പ്രോബ്ലം വരുന്നത് എന്താണ്, ഇവാലുവേറ്റ് ദി ഫോളോയിങ് ലിമിറ്റ്സ് ആണ്. ഫസ്റ്റ് പ്രോബ്ലം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 1/x. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രോബ്ലംസാണ്. ഈ ബേസിക് പ്രോബ്ലംസിൻ്റെ ഐഡിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പ്രോബ്ലംസും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം നോക്കുക, എന്താണ് 1/x. യൂഷ്വലായിട്ട് വലിയ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇടയിൽ കയറി വരുന്ന ഒരു ടേം ആയിരിക്കും 1/x. അപ്പോൾ അതിലെങ്ങനെ ലിമിറ്റ് അപ്ലൈ ചെയ്യാന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഫസ്റ്റ് പ്രോബ്ലം നോക്കുക, ലിമിറ്റ് എക്സ്റ്റെൻസ് ഇൻഫിനിറ്റി 1/x ആണ്. എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ എക്സിൻ്റെ വാല്യൂസ് കൂടി പോകുമ്പോൾ 1/x എങ്ങോട്ടാണ് പോകുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ എഫ് ഓഫ് എക്സ് 1/x ആയിട്ട് എടുത്തു അല്ലേ. ഇനി നോക്കുക, എക്സ് ബിക്കംസ് ലാർജർ. എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സ് വലുതായി പോകുക എന്നല്ല അർത്ഥം അല്ലേ. എക്സ് ബിക്കംസ് എന്താണ്, ലാർജർ ആൻഡ് ലാർജർ. 1/x എന്തായിട്ട് വരും, സ്മോളർ ആൻഡ് സ്മോളർ ആയിട്ട് വരില്ലേ അല്ലേ. 1/x എന്ന് പറഞ്ഞാൽ എക്സ് കിടക്കുന്നത് താഴെയാണ്. താഴെയുള്ള വാല്യൂ കൂടി വരുന്തോറും 1/xൻ്റെ മൊത്തം വാല്യൂ എന്തായിട്ട് വരും, കുറഞ്ഞു വരും. നിങ്ങൾക്കറിയാം അല്ലേ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ കൂടുന്തോറും മൊത്തം വാല്യൂ എന്താണ്, കുറഞ്ഞു വരിക ചെയ്യുന്നത്. അപ്പോൾ എന്ത് മനസ്സിലാക്കാം, കുറഞ്ഞത് എങ്ങോട്ട് എത്തും, എക്സിൻ്റെ വാല്യൂ ഇവിടെ ഇങ്ങനെ കൂടി പോകുന്തോറും 1/xൻ്റെ വാല്യൂ കുറഞ്ഞ് എന്താണ്, സീറോവിനോട് എടുത്തു വരും അല്ലേ. 1/2, പിന്നെ 3 മാറി 3 1/3 വീണ്ടും കുറഞ്ഞു വരും. 1/4 വീണ്ടും കുറഞ്ഞു, 1/5 വീണ്ടും കുറഞ്ഞു വന്നിട്ട് 1/x എന്നുള്ള വാല്യൂ എങ്ങോട്ടാണ് വരുന്നത്, സീറോവിനോട് എടുത്ത് വരുന്നത്. അതിൻ്റെ മീനിങ് എന്താ, എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ 1/x സീറോവിനോടാണ് എടുത്ത് വരുന്നത്. അതായത് 1/xൻ്റെ ലിമിറ്റ് എന്താണ്, 0 ആണെന്ന് അർത്ഥം. അപ്പോൾ ഇനി ഏത് പ്രോബ്ലത്തിലും ലിമിറ്റ് എക്സ്റ്റെൻസ് ഇൻഫിനിറ്റി 1/x കണ്ടു കഴിഞ്ഞാൽ
എന്ത് ചെയ്യാം, 0 എന്ന് കൊടുക്കാം. ഇനി സെക്കൻഡ് പ്രോബ്ലം നോക്കുക. സെക്കൻഡ് പ്രോബ്ലം എന്താണ് അല്ലേ? സെക്കൻഡ് പ്രോബ്ലത്തിൽ എന്താണ്? സെക്കൻഡ് പ്രോബ്ലത്തിൽ നോക്കുക, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു -∞ 1/x. അതായത് എക്സ് നെഗറ്റീവ് സൈഡിലേക്കാണ് വലുതായി പോകുന്നത്. അപ്പോൾ 1/xൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കാം. ഇനി എന്തുതന്നെയാണ്, എക്സ് ബിക്കംസ് ലാർജ്, അതായത് നെഗറ്റീവ് സെൻസിൽ എക്സിൻ്റെ വലുതായി വരുമ്പോൾ 1/x എന്താണ്, 1/x എന്തിനാണ് വരിക, ഈ 1/x ചെറുതായല്ലേ വരിക. എക്സിൻ്റെ വാല്യൂസ് കൂടി പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതായത് നെഗറ്റീവ് സെൻസിൽ കൂടി പോകുമെന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് -1 കൊടുക്കാം, പിന്നെ -2 കൊടുക്കാം, -3 കൊടുക്കാം, -4 കൊടുക്കാം, -5 കൊടുക്കാം, അങ്ങനെ -10 ഒക്കെ ആകുമ്പോൾ 1/x എന്തായിട്ട് വരും, മൈനസ് കുറഞ്ഞ് എന്താ 0 അടുത്തടുത്ത് വരും. അപ്പോഴും എന്തുതന്നെയാണ് സംഭവിക്കുന്നത്, 1/xൻ്റെ വാല്യൂ 0 അടുത്ത് വരുന്നത്. അപ്പോഴും എന്ത് പറയാം, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു -∞ ആകുമ്പോഴും 1/xൻ്റെ വാല്യൂ എന്താണ്, 0 ആണ് അല്ലേ. ഇനി അതിൻ്റെ നമുക്ക് എങ്ങനെ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ, ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. ഇനി ഇത് ഗ്രാഫൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, കൂടുതലൊന്നും അറിയാനില്ല. എന്നാണ് എക്സിൻ്റെ വാല്യൂസ് ഇങ്ങോട്ട് കൊടുക്കും തോറും എന്താണ് ഇത് കുറഞ്ഞിങ്ങനെ എക്സിൻ്റെ എക്സിനോട് എടുത്ത് വരുന്നു. എക്സിൻ്റെ വാല്യൂസ് 0 അടുത്ത് പോകുമ്പോൾ എന്താണ് ഇതിങ്ങനെ കുറഞ്ഞ് വരുന്നത്. ഇതിൽ തട്ടുന്നില്ല, പക്ഷേ എന്താണ് അല്ലേ, അതിനോട് എക്സൈസിനോട് എടുത്താണ് വരുന്നത്. അപ്പോൾ അത് ജസ്റ്റ് നമുക്ക് ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞു മാത്രം. ഇനി ഇവിടെ എപ്പോഴും മനസ്സിലാക്കി വെക്കേണ്ടത്, ഈ രണ്ടെണ്ണം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, =0 കൊടുക്കണം. ലിമിറ്റ് ഇതിൻ്റെ ആൻസറും ഇതിൻ്റെ ആൻസറും എന്താണ്, 0 ആണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. കാരണം വലിയ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതാവശ്യമായിട്ട് വരും. ഇനി നെക്സ്റ്റ് പ്രോബ്ലം നോക്കുക. നെക്സ്റ്റ് പ്രോബ്ലം എന്താണ്, ഇവാലുവേറ്റ് ദി ഫോളോയിങ് ലിമിറ്റ്സ്. ഫസ്റ്റ് വൺ, x tends to infinity, x minus 1/2x plus 1 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് നോക്കണം, നമുക്ക് അറിയുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പോൾ നേരത്തെ ഞാൻ നോക്കൂ, ഇവിടെ ഈ റിസൾട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ കണ്ട ഈ റിസൾട്ട് നമുക്ക് എന്താ അറിയാം, വി നോ ദാറ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 1/x = 0 നമ്മൾ തൊട്ടുമ്പോൾ പ്രൂവ് ചെയ്തു. ഇനി ഇത്തരം അല്ലേ, സോ ഡിവൈഡ് ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ എക്സ്. ഇത് നമുക്ക് അറിയുന്ന റിസൾട്ടിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അത് നമുക്ക് അറിയുന്ന റിസൾട്ടാണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ഇൻഫിനിറ്റി 1/x ഉണ്ടെങ്കിൽ അത് ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 ആണ്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് 1/x ഇല്ല അല്ലേ. ഇതിലിപ്പോൾ അല്ലാതെ എക്സ്റ്റെൻസ് ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക, ഇൻഫിനിറ്റി -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി വരും, /2 × ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി തന്നെ വരും. അപ്പോൾ ഇൻഫിനിറ്റി ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇൻഫിനിറ്റി അല്ല ആൻസർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അത് മാക്സിമം സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യണം, ലിമിറ്റ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ ചെയ്യുന്നത്, മുകളിലത്തെ ടേമിനെയും താഴത്തെ ടേമിനെയും എല്ലാം എന്ത് ചെയ്തു, ഒരു എക്സോട്ട് ഡിവൈഡ് ചെയ്തു അല്ലേ. മുകളിലും ഒരു ടേം കൊണ്ട് ഡിവൈഡ് ചെയ്തു, താഴെ ഒരു ടേം കൊണ്ട് ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫലത്തിൽ ഞാൻ എന്താണ് ക്യാൻസൽ ചെയ്തിട്ട് അല്ലേ, ഒന്നുകൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ. മുകളിലും താഴെ ഒരു ടേം എഴുതി കഴിഞ്ഞാൽ പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകുമല്ലോ. ആ ഒരു കൺസെപ്റ്റ് വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. മുകളിലെ എല്ലാ ടേമിനെയും x കൊണ്ട് ഡിവൈഡ് ചെയ്തു, താഴെ എല്ലാ ടേമിനെയും x കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ടേം എന്ത് വരും, ഇവിടെ x/x അല്ലേ, നെക്സ്റ്റ് 1/x, താഴെ 2x/x + 1/x അല്ലേ. അപ്പോൾ താഴെ ടേമുകൾ എന്തൊക്കെ ആയിട്ട് വരും, താഴത്തെ ടേം x/x എന്ന് പറഞ്ഞാൽ 1 അല്ലേ, -1/x/2x/x എന്ന് പറഞ്ഞാൽ x ക്യാൻസൽ ചെയ്തിട്ട് 2 വരും, +1/x വരും. ഇനി നമ്മുടെ പ്രോപ്പർട്ടി പ്രകാരം ലിമിറ്റ് ഇത്രയും കോഷ്യൻ്റ് കണ്ടു കഴിഞ്ഞാൽ മുകളിലും താഴെയും സെപ്പറേറ്റ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മുകളിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 1 - 1/x വരും, താഴെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 2 + 1/x വരും. ഇനി ലിമിറ്റ് പ്ലസും മൈനസും കണ്ടു കഴിഞ്ഞാൽ സമ്മേഷനും ഡിഫറൻസുകളൊക്കെ വെച്ച് ഉള്ളിലേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ഇൻഫിനിറ്റി 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, 1 വരും, മൈനസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ഇൻഫിനിറ്റി 1/x വരും, ഹോൾ ഡിവൈഡഡ് ബൈ 2 പ്ലസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ഇൻഫിനിറ്റി 1/x വരും. ഇനി ഇതെന്താണ് നമുക്കറിയാം, ഇത് 0 ആണ് നമുക്കറിയാം അല്ലേ, ഇതും 0 ആണെന്ന് നമുക്ക് മുകളിൽ അവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്, ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 - 0/2 + 0 എന്ന് വരും, 1/2 ആൻസർ വരും. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ഇൻഫിനിറ്റി x - 1/2x + 1 എന്താണ്, 0 ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലം എന്തായിരുന്നു, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു -∞ 3x³ + 2x² + 1
ഹോൾ ഡിവൈഡഡ് ബൈ 4x³ മൈനസ് x² പ്ലസ് x പ്ലസ് 1 അല്ലേ. ഇനി ഇത്തരം പ്രോബ്ലംസ് ഞാൻ നേരത്തെ പറഞ്ഞു, ഡയറക്റ്റ് എക്സ്റ്റെൻസ് ടു -∞ കൊടുക്കുമ്പോൾ വരാവുന്ന പ്രശ്നം എന്താണ്? വരാവുന്ന പ്രശ്നം അത് ആൻസർ തെറ്റായിട്ട് കിട്ടും, ഇൻഫിനിറ്റിയൊക്കെ ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ എപ്പോഴും ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കിട്ടിയ ഫംഗ്ഷൻ മാക്സിമം സിംപ്ലിഫൈ ചെയ്യണം. മാക്സിമം സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഇവിടെ നോക്കുക, ഏറ്റവും വലിയ ടേം നോക്കുക. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഈ തന്ന ടേമിൽ ഇതാണ് നമ്മുടെ പ്രശ്നം. ഇതിലെ ഏറ്റവും വലിയ ടേമാണ് ഏത്? x³. അപ്പോൾ ആ x³ കൊണ്ട് എല്ലാ ടേമിനെയും ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ടേം എന്താവും? 3x³ അല്ലേ, 3 വരും. സെക്കൻഡ് 2x²/x³, x²ഉം x³ൽ x² ക്യാൻസൽ പോയാൽ 2/x ആവും. പ്ലസ് 1/x³ വരും. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ. താഴെ എന്താവും? 4x³/x³ 4 വരും അല്ലേ. -1/x പ്ലസ് 1/x² പ്ലസ് 2/x³. എല്ലാ ടേമിനും x³ കൊണ്ട് ഡിവൈഡ് ചെയ്തു, എന്നിട്ട് ക്യാൻസൽ ചെയ്തു. ഇനി ബാക്കിയുള്ള ടേമുകൾ എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് ഇൻഫിനിറ്റി ഇത് വരും 3 പ്ലസ് 2/x പ്ലസ് 1/x³. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു -∞. താഴത്തെ ടേം 4 മൈനസ് 1/x പ്ലസ് 1/x² പ്ലസ് 2/x³ എന്ന് വരും. ഇനി ഞാൻ കൂടുതൽ പറയുന്നില്ല, ഓൾറെഡി നിങ്ങൾ പഠിച്ച റൂളുകൾ അപ്ലൈ ചെയ്തിട്ട് എന്താ ആൻസർ കിട്ടും അല്ലേ. 3 പ്ലസ് എന്ത് കിട്ടും? ലിമിറ്റ് ടു എക്സ്റ്റെൻസ് ടു -∞ 1/x കണ്ടുകൊടുത്തൊക്കെ 0 കൊടുക്കാം അല്ലേ. 1/xൻ്റെ അതേ ആൻസർ തന്നെയാണ് 1/x³. പവർ കൂടുന്നതുകൊണ്ട് അതിൻ്റെ ആൻസർ മാറ്റം വരുന്നില്ല, എല്ലാം 0 ആണ് കേട്ടോ, അത് മനസ്സിലാക്കി വയ്ക്കണം. ഏതാണ് ലിമിറ്റ്? ഇതും എന്താണ്? ഇതും 0 ആണ്. ഈ ടേമൊക്കെ എന്താണ്? 0 ആണ്. 1/x² എന്താണ്? 0 ആണ്. 1/x³ എന്താണ്? 0 ആണ്. അപ്പോൾ 1/x 0 ആണ്, 1/x² 1/x³ എല്ലാം ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 0 ആണ് വരും. അപ്പോൾ ആൻസർ എന്ത് വരും? 3/4 വരും. ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി എന്ന് വിചാരിക്കുന്നു ഞാൻ.